ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസിലെ 6ാമത്തെ ഭാഗമാണ്. നമ്മളിവിടെ ഒരു ജനറൽ സൊല്യൂഷനാണ് പഠിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, ഒരു പോളിനോമിയൽ അഥവാ ബഹുപദം എഴുതിയിട്ടുണ്ട്. 2x² + 3x - 2. നമ്മൾ കുറേ ബഹുപദങ്ങൾ സോൾവ് ചെയ്യുന്ന പഠിച്ചു. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം കാണാനുള്ളത്, ഇവിടെ x² കൂടെ നമ്പർ വന്നിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസമായിട്ടുള്ളൂ. പിന്നെ അങ്ങനെ വന്നാലും ഇനി അവിടെ നമ്പർ ഒന്നുമില്ല, അതായത് 1x² ആണെങ്കിലും ഈ ഒരു ജനറൽ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് നമുക്കറിയാവുന്ന രീതിയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം ആദ്യം. അതായത് x² കൂടെ 1 വരുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ x² കൂടെ 1 ആയിക്കോളുമല്ലോ. അപ്പോൾ x² നമ്മൾ എന്താ ചെയ്യുന്നത്, ഓരോ ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ x² പ്ലസ് ഈ 3x-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/2x ആവും, മൈനസ് 2-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആവും, ഈക്വൽ ടു 0 എന്ന് കിട്ടിയല്ലോ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടി, a + b സം എന്ന് പറയുന്നത് 3/2-ഉം പ്രോഡക്റ്റ് AB എന്ന് പറയുന്നത് -1 ആയിട്ട് കിട്ടിയില്ലേ. അപ്പോൾ a - b കാണാൻ വേണ്ടിയിട്ട് a - b ഹോൾ സ്ക്വയർ ഐഡന്റിറ്റി ഓർത്തിരിക്കുക. a + b ഹോൾ സ്ക്വയർ മൈനസ് 4ab ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ, a + b ഹോൾ സ്ക്വയർ. അപ്പോൾ 3യുടെ സ്ക്വയർ ബൈ 2ന്റെ സ്ക്വയർ, 3യുടെ സ്ക്വയർ 9 ബൈ 2ന്റെ സ്ക്വയർ 4 മൈനസ് 4 ഇൻറ്റു -1 ആണല്ലോ. അപ്പോൾ 9/4 ഈ 2 മൈനസ് ചേർന്ന് പ്ലസ് ആവും, +4 എന്ന് കിട്ടിയല്ലോ. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 + 4 4s are 16 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അതായത് 25/4 എന്ന് വന്നു. a - b ഹോൾ സ്ക്വയർ ആണ് 25/4. അപ്പോൾ a - b എന്തെഴുതാം, a - b ഈക്വൽ ടു 25ന്റെ റൂട്ട് 5/4ന്റെ റൂട്ട് 2, 5/2 എന്ന് കിട്ടിയല്ലോ. a + b എത്രയാണ്, 3/2. അപ്പോൾ അതും കൂടെ എഴുതി നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. a + b ഈക്വൽ ടു 3/2. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ -bയും +bയും ക്യാൻസലായി. a + a എന്ന് പറയുന്നത് 2a ആണ്, ഈക്വൽ ടു 5/2 + 3/2. ഡിനോമിനേറ്റേഴ്സ് സെയിം, അപ്പോൾ ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി. 5 + 3/2. 5 + 3 എന്ന് പറഞ്ഞാൽ 8/2 ആണ്, 8/2 4 ആണ്. ഇപ്പം 2a 4 ആണെങ്കിൽ a എത്ര വന്നു, 2 വന്നു അല്ലേ. ഇനി b കണ്ടുപിടിക്കണ്ടേ, a + b 3/2 അല്ലേ. അപ്പോൾ b എത്ര വരും, 3/2 മൈനസ് a അല്ലേ, 3/2 മൈനസ് 2. അപ്പോൾ എത്ര വന്നു, 3 - 4/2, അതായത് -1/2 എന്ന് ആൻസർ കിട്ടിയില്ലേ. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ ആയില്ലേ. അപ്പം എങ്ങനെ എഴുതാം, ഫാക്ടേഴ്സ് ആയിട്ട് എങ്ങനെ എഴുതാം, x + a ഇൻറ്റു x + b ഫോമിലല്ലേ നമ്മൾ എഴുതുന്നത്. x + a എന്ന് പറയുന്നത് 2 ഇൻറ്റു x - 1/2 ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ബ്രാക്കറ്റ് 0 ആക്കി എടുക്കുക. അപ്പോൾ x + 2 0 ആയാൽ ഇവിടെ എഴുതാം, x + 2 ഈക്വൽ ടു 0 ആയാൽ x ഈക്വൽ ടു -2 എന്നുള്ള ആദ്യത്തെ സൊല്യൂഷൻ കിട്ടിയല്ലോ. ഇനി x - 1/2 0 ആയാൽ x - 1/2 0 ആയാൽ x ഈക്വൽ ടു +1/2. രണ്ട് സൊല്യൂഷൻസും കിട്ടിയല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറൽ ഫോമാണ്. ജനറൽ ഫോമിൽ എങ്ങനെ സൊല്യൂഷൻസ് കാണാം എന്നുള്ള ഫോർമുല മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതെങ്ങനെ കിട്ടിയെന്നുള്ളതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ വിശദീകരിച്ചിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എക്സാമിന് ഒന്നും ചോദിക്കുകയല്ല. നമുക്ക് ഇതുപോലൊരു പോളിനോമിയൽ തരും, അതിനെ സോൾവ് ചെയ്യാൻ ആ ഒരു ഫോർമുല യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഫോർമുല നല്ല രീതിയിൽ പഠിക്കുക. അപ്പം നമ്മുടെ ജനറൽ ഫോമാണ് ഞാനിവിടെ എഴുതുന്നത്. ax² + bx + c ഈക്വൽ ടു 0. ഇതാണ് പോളിനോമിയലിൻ്റെ ബഹുപദത്തിൻ്റെ ജനറൽ ഫോം. x² കൂടെയുള്ള നമ്പർ a, x-ൻ്റെ കൂടെയുള്ള നമ്പർ +b, പിന്നെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് c ഓർത്തിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഒരു പോളിനോമിയൽ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ എക്സിൽ കിടക്കുന്നതുകൊണ്ട് എക്സിലാണല്ലോ ആൻസർ കിട്ടുന്നത്. അപ്പോൾ x ഈക്വൽ ടു ഈ ഫോർമുല പഠിച്ചു വെക്കുക, -b + or - √=
ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇവിടെ നേ തുടങ്ങണം ഡിവിഷൻ, തെറ്റിക്കരുത്. ഇനി ഇവിടെ എ എത്രയാണ്? നമ്മുടെ ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് എടുത്തു നോക്കാം. നമുക്ക് ഈ ആൻസർ കിട്ടുമോ എന്ന് നോക്കാം. ഇവിടെ എ എത്രയാണ്, ബി എത്രയാണ്, സി എത്രയാണ് നമുക്ക് ആദ്യം എഴുതാം. എ ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ കൂടെ കിടക്കുന്ന 2, ബി ഈക്വൽ ടു എക്സിന്റെ കൂടെ കിടക്കുന്ന 3, സി ഈക്വൽ ടു -2. കോൺസ്റ്റന്റ് എക്സ് ഒന്നും ഇല്ലാത്തട്ട അത് ഈ ഒരു സമവാക്യത്തിൽ ഇട്ട് കൊടുക്കാം. ഈ പ്ലസ് ഓർ മൈനസ് വരുന്നത് എവിടെയാണ്, എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത് നമുക്ക് ലാസ്റ്റ് മനസ്സിലാവും. ഇപ്പൊ എക്സ് ഈക്വൽ ടു ഈ ലെഫ്റ്റ് സൈഡ് എഴുതാൻ മറക്കരുത്. ഇവിടെ എന്നിന്റെ ടേമിലാണെങ്കിൽ എൻ ഈക്വൽ ടു എന്ന് വരും. ഇവിടെ വൈയുടെ ടേമിലാണെങ്കിൽ വൈ ഈക്വൽ ടു എന്ന് എഴുതണം. ക്ലിയർ ആയല്ലോ? അപ്പൊ -b, ബി പോസിറ്റീവ് ആണ് അല്ലെ, ഈ മൈനസ് ഇടാൻ മറക്കരുത്. പിന്നെ ബിയുടെ വാല്യൂ 3 പ്ലസ് ഓർ മൈനസ്, ഇത് വായിക്കുന്ന പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ, ബിയുടെ വാല്യൂ ഇവിടെ നോക്കുക 3 സ്ക്വയർ മൈനസ് 4ac എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എ ഇൻറ്റു സി. അപ്പോൾ 4 ഇൻറ്റു 2 ഇൻറ്റു സി -2 ഹോൾ ഡിവൈഡ് ബൈ, ഓരോ സ്റ്റെപ്പിൽ ഇവിടെ നിന്ന് ഡിവിഷൻ തുടങ്ങുക. 2 ഇൻറ്റു എയുടെ വാല്യൂ 2. ക്ലിയർ ആയോ? ഈ ഫോമുല തെറ്റിക്കാതെ പഠിക്കുക. അപ്പോൾ ഈക്വൽ ടു -3 അതേപോലെ എഴുതി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 3 സ്ക്വയർ 9. ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിക്കൊള്ളുമല്ലോ. 2 2s are 4, 4 4s are 16 ഡിവൈഡഡ് ബൈ 2 2s are 4 ഈക്വൽ ടു -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് 25 ബൈ 4. ഇനി റൂട്ട് 25 5 ആണെന്നറിയാം. അപ്പോൾ -3 പ്ലസ് ഓർ മൈനസ് 5 ബൈ 4. ഇത്രയും വരെ നമ്മൾ ആ പ്ലസ് ഓർ മൈനസ് ഇടും. ഇനി നമ്മൾ അത് സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഈക്വൽ ടു -3 പ്ലസ് 5 ബൈ 4ഉം വരാം, -3 മൈനസ് 5 ബൈ 4ഉം വരാം. ക്ലിയർ ആയോ? സെപ്പറേറ്റ് ചെയ്തു. ഇനി -3 പ്ലസ് 5 എത്രയാണ്? 2 ആണ്. 2 ബൈ 4, ഇപ്പൊ 2 ബൈ 4 ആദ്യത്തത്. ഇത് രണ്ട് നെഗറ്റീവ് ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇടുക. അപ്പം -8 ബൈ 4. ഈ ഈ 2 ബൈ 4 എത്രയാണ്? 1 ബൈ 2 -8 ബൈ 4. അപ്പം -8 ബൈ 4 എന്ന് പറഞ്ഞാൽ -2 ആണ്. 2 ബൈ 4 എന്ന് പറഞ്ഞാൽ 1 ബൈ 2 ആണ്. സെയിം ആൻസർ കിട്ടിയല്ലോ. എക്സ് ഈക്വൽ ടു 1 ബൈ 2 എക്സ് ഈക്വൽ ടു -2 ആണല്ലോ നമുക്ക് അവിടെയും കിട്ടിയത്. അപ്പോൾ നമുക്കിവിടെ ഏത് ഇക്വേഷൻ കിട്ടിയാലും ഈ ഒരു ഫോം മാറ്റി വെച്ച് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ മെത്തേഡാണ് പഠിച്ചത്? അതായത് നമ്മൾ ഒന്നാമത് പഠിച്ചത് എക്സ് സ്ക്വയർ, അതായത് നമ്മൾ ഒന്നാമത് പഠിച്ചത് ഈ ഒരു എക്സാമ്പിൾ x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6. അപ്പം എന്ത് ചെയ്തു? ഈ 6 ആണ് പ്രോഡക്റ്റ്, അതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു അല്ലെ. 1 ഇൻറ്റു 6ഉം 2 ഇൻറ്റു 3ഉം. എന്നിട്ട് ഈ സമ്മ് 5 വരുന്ന പെയർ നമ്മൾ എടുത്തു. അങ്ങനെ ഇവിടെ പ്ലസും മൈനസും ഉള്ളതും എല്ലാം മൈനസ് ഉള്ളത്, അതായത് ഫസ്റ്റ് ടൈം ഒഴിച്ച് ബാക്കി എല്ലാം മൈനസ് ഉള്ളതും ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെ പഠിച്ചത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 8. ഇവിടെ ഈവൻ നമ്പർ വന്നപ്പോൾ എന്ത് ചെയ്തു? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ വെച്ചിട്ട് ഈവൻ നമ്പർ അല്ല ഓഡിനും ചെയ്യാം, പക്ഷെ അവിടെ ഫ്രാക്ഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഈവന് നമ്മൾ ആ ഒരു രീതി ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 6x എഴുതിയിട്ട് 6ന്റെ പകുതി 3, 3ന്റെ സ്ക്വയർ 9. പക്ഷെ നമുക്ക് 8 ഉള്ളൂ, അതുകൊണ്ട് -1 ഇടുക. ഇത് എന്തിന്റെ സ്ക്വയർ ആണ്? എക്സ് പ്ലസ് 3 സ്ക്വയർ ആണ്. -1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിൽ എക്സ് പ്ലസ് 3 പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 3 -1 ആ ഒരു രീതിയിൽ പഠിച്ചു. പിന്നെ മൂന്നാമത് പഠിച്ചത് ഇവിടെ ഓഡ് വരുമ്പോൾ എക്സ് സ്ക്വയർ -x -1 ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ ഓഡ് വന്നപ്പോൾ സം എത്രയാണ് എന്നെഴുതി, പ്രോഡക്റ്റ് എത്രയാണെന്ന് എഴുതി. പിന്നെ a മൈനസ് ബി ഹോൾ സ്ക്വയർ കണ്ടു, ഐഡന്റിറ്റി വെച്ച് കണ്ടു. അങ്ങനെ എക്സിന്റെ വാല്യൂസ് രണ്ടും കിട്ടി. ഇനി ഇവിടെ ജനറൽ ഫോം നമ്മൾ പഠിച്ചു. ഈ 4 രീതിയിലും പഠിച്ചു. ഇനി ഇത് ഏത് രീതി വന്നാലും, അതായത് ഒന്നാമത്തെ ആണെങ്കിലും രണ്ടാമത്തെ ആണെങ്കിലും മൂന്നാമത്തെ ആണെങ്കിലും എല്ലാം ഈ ഒരു ഫോമുലായിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഇവിടെ എക്സ് സ്ക്വയറിന്റെ കൂടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ 1 ആണ്. അപ്പൊ എയുടെ വാല്യൂ 1 ഇട്ട് കൊടുക്കുക. ഇനി വേറെ നമ്പർ വന്നാൽ അത് ഇട്ട് കൊടുക്കുക. ഏതിനും ഈ ഒരു ഫോമുല അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഇനി നമുക്ക് പേജ് നമ്പർ 206 ഒന്നാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ ചോദ്യം ഇതാണ്. ഫൈൻഡ് ദ പോയിന്റ്സ് അറ്റ് വിച്ച് ദ ഗ്രാഫ്സ് ഓഫ് ദ പോളിനോമിയൽസ് ഗിവൺ ബിലോ ക്രോസ് ദ എക്സ് ആക്സിസ്. അതായത് ചുവടെ തന്നിരിക്കുന്ന പോളിനോമിയലുകളുടെ ഗ്രാഫ് എക്സ് ആക്സിസിലൂടെ കടന്നു പോകുന്ന ബിന്ദുക്കൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് 2x² - 7x - 1 എന്ന ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ജനറൽ സൊല്യൂഷൻ വെച്ചിട്ട് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം ഫോർമുല എഴുതാം. എക്സിലാണ് കിടക്കുന്നത്. അപ്പോൾ x = എന്നും പറഞ്ഞാണ് ഫോർമുല വരുന്നത്. -b ± √b² - 4ac / 2a ഹോൾ ഡിവൈഡഡ് ബൈ ആണ്, മറക്കരുത്. ഇവിടെ a എത്രയാണ്? a = x² കൂടെയുള്ള 2, b = -7, c = -1. അപ്പോൾ ഈ x = -b മനസ്സിലായോ? ഈ മൈനസ് അതേപോലെ എഴുതുക. b എത്രയാണ്? -7. ക്ലിയർ ആയോ? ± √b², അതായത് -7² - 4 × a എത്രയാണ്? 2 × c -1 ഹോൾ ഡിവൈഡഡ് ബൈ 2a 2 × 2. അപ്പം 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആയി, 7 ആയി. ± ഏത് നെഗറ്റീവ് നമ്പറിൻ്റെയും സ്ക്വയർ പോസിറ്റീവ് ആവും. 7² 49 ആണ്. 2 നെഗറ്റീവിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് ആയി. 4 2s are 8 1s are 8 ഹോൾ ഡിവൈഡഡ് ബൈ 2 2s are 4. അപ്പോൾ ഇവിടെ x = 7 ± √49 + 8 എന്ന് പറയുമ്പോൾ എന്തോന്നു? 57 വന്നു. ഇനി 57ന് റൂട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ 57 അങ്ങനെ തന്നെ ഇടുക. അപ്പോൾ എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാ വന്നത്? 7 + √57/4 7 - √57/4. ഇവിടെ എക്സ് ആക്സിസിൽ ക്രോസ് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറയുമ്പോൾ y കോർഡിനേറ്റ് y സൂചക സംഖ്യ 0 ആണ്. അപ്പൊ ഏതൊക്കെയാണ് ആ പോയിന്റ്സ്? 7 + √57/4, 0 ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് 7 - √57/4 0. y സൂചക സംഖ്യ അല്ലെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് ആൻസറും കൂടെ എഴുതുക. The graph crosses the points 7 + √57/4 0 and 7 - √57/4 0. ബഹുപദത്തിന്റെ ചിത്രം 7 + √57/4 0 എന്ന ബിന്ദുവിൽ കൂടെയും 7 - √57/4 0 എന്ന ബിന്ദുവിൽ കൂടെയും കടന്നു പോകുന്നു. ഇനി രണ്ടാമത്തെ നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ 2x² + 7x - 1. നമുക്ക് ഫോർമുല എഴുതാം. എക്സിലാണ് കിടക്കുന്നത്. അപ്പോൾ x = -b ± √b² - 4ac / 2a. a 2 ആണ്, b 7 ആണ്, c -1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഈ മൈനസ് ഇട്ടു. പിന്നെ b7 ± √b². അപ്പോൾ 7² - 4 × a2 ആണ്, c -1 ആണ്. ഇത് ഫുള്ളും റൂട്ടിനകത്ത് കിടക്കണം. ഹോൾ ഡിവൈഡഡ് ബൈ ആണ്. 2 × 2 a2 ആണ്. അപ്പോൾ -7 ± √7² 49 ആണ്. 2 നെഗറ്റീവ് മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് ആവും. 4 2s are 8 1s are 8 ഡിവൈഡഡ് ബൈ 2 2s are 4. അപ്പോൾ -7 ± √57 വന്നു, ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ഏതൊക്കെ കിട്ടി? -7 + √57/4 x = -7 - √57/4. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ പോളിനോമിയല് എക്സ് ആക്സിസ് കൂടെ ക്രോസ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ y കോർഡിനേറ്റ് 0 ആണ്. y സൂചക സംഖ്യ 0 ആയതുകൊണ്ട് നമുക്ക് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് എഴുതാം. -7 + √57/4 0. പിന്നെ ആൻഡ് -7 - √57/4 0. പോയിന്റ്സ് കിട്ടിയല്ലോ. ഇനി മൂന്നാമത്തെ ചോദ്യം കൂടെ ചെയ്യാം.
നമ്മുടെ ചോദ്യം 9x² + 12x + 4 ആണ്. A9 B12 C4. ഫോർമുലയ്ക്കകത്ത് ഇടാം. എക്സിലാണ് കിടക്കുന്നത്. അപ്പൊ x = -b ± √12² - 4 × 9 × 4 whole divided by 2 × 9. -12 ± 12² 144 ആണ്. മൈനസ് 4 4s are 16 × 9. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 144 whole divided by 2 9s are 18. 144 - 144 0 ആണല്ലോ. √0 0 തന്നെയാണ്. അപ്പൊ ഈ ഒരു റൂട്ടുള്ള ഭാഗം നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് വരും? -12/18. ഇത്ര എഴുതിയാൽ പോരെ. ± 0 ഏത് നമ്പർ നോട്ടിന്റെ കൂടെയും 0 കൂട്ടിയാലും കുറച്ചാലും എല്ലാം സെയിം നമ്പറാണ്. പിന്നെ ഇവിടെ 6ന്റെ ടേബിളിൽ 12ഉം 18ഉം ഉണ്ട്. അപ്പൊ 6 2s are 12ഉം 6 3s are 18ഉം ആണ്. എക്സിന്റെ വില ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. അതായത് എക്സ് ആക്സിസ് ആയിക്കൂടെ ഒരൊറ്റ പോയിന്റിൽ കൂടെ ഈ ഗ്രാഫ് കടന്നു പോകുന്നുള്ളൂ. അപ്പൊ ആ പോയിന്റ് ഏതാണ്? എക്സ് ആക്സിസിൽ കൂടെ കടന്നു പോകുമ്പോൾ y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ -2/3 0 ആണ് ആ പോയിന്റ്. ക്ലിയർ ആയല്ലോ. ബാക്കി ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.